ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിക്ക് പോവാണ് കേട്ടോ. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ നമുക്ക് 10:25 കാരക്കൽ ട്രെയിനുണ്ട്. നമ്മൾ അതിനകത്താണ് പോകുന്നത്. നമ്മളൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നാഗപട്ടണത്തെത്തും. നാഗപട്ടണത്തെത്തിയിട്ടാണ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നത്. നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോയ്ക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 250 രൂപയോളം ആകും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റേയുടെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. നേരെ നമുക്ക് മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു റെസിഡൻസിയിലാണ് നമ്മളുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റായത്. അപ്പോൾ ഇവിടെ ബാലാജി റെസിഡൻസി, ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റൂമൊക്കെ ആയിരുന്നു, നല്ല AC റൂമൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അകം വരുന്നത്. നല്ല ഒരു ലുക്കിലുള്ള റൂമായിരുന്നു. ബെഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാഷ്റൂമും നല്ല വൃത്തിയായിരുന്നു. നല്ല ഒരു ബാത്റൂമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മിററുണ്ട്, ഫുൾ സൈസ് ഉള്ളൊരു മിറർ. പിന്നെ നമ്മൾ വന്ന് കയറിയതുള്ളൂ. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മളിവിടെ എപ്പോൾ വന്നാലും നമ്മളിവിടെ മലയാളം ഹോട്ടലുണ്ട്, മലയാളികളുടെ ഹോട്ടൽ അച്ചായൻസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. പൊറോട്ടയും ബീഫുമാണ് കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് നേരെ ചെന്ന് കിടന്നുറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞില്ല. നല്ല മഴയും കൂടിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു. അപ്പം മഴയെല്ലാം കഴിഞ്ഞാണ് പിന്നെ നമ്മൾ പള്ളികളിലോട്ടൊക്കെ ഇറങ്ങിയത്. ഓരോ പള്ളിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴും മഴ തുടങ്ങും. അങ്ങനെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ഒരു പള്ളിയാണ്. ഇവിടെ നമ്മുടെ പാൽക്കാരൻ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ഈ ഒരു കുളം പരിശുദ്ധ അമ്മയുടെ കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പാൽക്കാരൻ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ബാലനെ അനുഗ്രഹിച്ചത്. അപ്പോൾ ഈ കുളം അതുപോലെ വിശുദ്ധിയോടുകൂടെ തന്നെ നിലനിർത്തിയിരിക്കുകയാണിപ്പോൾ. ഇതാണ് ആ ഒരു ചർച്ച്. നമുക്ക് കാണാം പാൽക്കാരൻ ബാലനും മാതാവും കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ മോർണിംഗ് കുർബാനയ്ക്ക് വന്നു. മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് മലയാളം കുർബാന നടക്കുന്നത്. ഇവിടെ 9 മണിക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും 9 മണിക്ക് മലയാളം കുർബാന നടക്കുന്നുണ്ട് ഇവിടെ. ഇത് നമ്മുടെ പള്ളിയുടെ സൈഡ് വ്യൂ ആണ്. നല്ല രസമുണ്ട് ഈ പള്ളി കാണാൻ, നല്ല ഒരു ഭംഗിയാണ്. ഇവിടെ വന്നാൽ എപ്പോഴും തിരക്കുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു ഗ്രോട്ടയുണ്ട്. അപ്പോൾ അവിടെ എപ്പോൾ നോക്കിയാലും ഫോട്ടോസ് എടുക്കാനായിട്ടൊക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പോഴും ഉണ്ട്, ആ തിരക്കിനൊരു കുറവുമില്ല. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ പിന്നെയും നമ്മുടെ അച്ചായൻസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഗീ റോസ്റ്റാണ് കഴിച്ചത്. നെയ് റോസ്റ്റ് കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻസാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഫുഡാണ്, ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡാണ്. കുർബാന കഴിഞ്ഞ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ബീച്ചിലോട്ടാണ് പോയത്. ബീച്ചിൽ എപ്പോൾ ചെന്നാലും ഇതുപോലെ കുറേ ഫ്രഷ് ഫിഷൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ പറയുന്ന എന്താണോ വേണ്ടത് അത് അവർ എടുത്ത് ഫ്രൈ ചെയ്തൊക്കെ തരും. അപ്പം നമ്മൾ മഞ്ഞൾ പുരട്ടി വെച്ചിരുന്ന മീനാണ് കേട്ടോ പറഞ്ഞത്. മസാല പുരട്ടിയത് നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് കൂന്തലും പിന്നെ ഒരു ഫിഷുമാണ് പറഞ്ഞത്. അപ്പോൾ അവർ റെഡിയാക്കി തരുന്നതാണ് കേട്ടോ. വേറെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞ ഐറ്റംസ് അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തലും നമ്മുടെ ഫിഷ് ഫ്രൈയും ആണ് ഇപ്പോൾ റെഡിയാവുന്നത്. മുട്ടയൊക്കെ ഇട്ട് എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ടായിരുന്നു, അതെന്തുവാന്ന് മനസ്സിലായില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ അവരുടെ. ആ കൂന്തൽ ഫ്രൈ ഒക്കെ നല്ലതായിരുന്നു. അതുപോലെ മീനാണെങ്കിലും നല്ല മസാലയൊക്കെ പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മസാല തേക്കുന്നുണ്ട് അവർ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു.
നമുക്ക് കൂന്തലും നമ്മുടെ ഫിഷും വന്നിട്ടുണ്ട്. ഇതായിരുന്നു കൂന്തൽ ഫ്രൈ, ഇത് നമ്മുടെ ഫിഷും. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, രണ്ടും അടിപൊളിയായിരുന്നു. നമ്മൾ നല്ല കട ഏതാന്ന് നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫ്രഷായിട്ട് ചക്ക കണ്ടു, അങ്ങനെ അതും വാങ്ങിച്ചു. നല്ല ചക്കയായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, പോകുന്ന വഴിക്കൊക്കെ നല്ല തിരക്കായിരുന്നു. നമ്മൾ വൈകിട്ട് നമ്മൾ ഇറങ്ങേണ്ട ടൈമായി. നമുക്ക് 6 മണിക്കായിരുന്നു ചെക്കൗട്ട്. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിന്നെ നമുക്ക് ട്രെയിൻ വരുന്നത്. അങ്ങനെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ ഓട്ടോയിലാണ് വന്നത്. ഓൾറെഡി അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു, അതല്ല നമ്മുടെ ട്രെയിൻ. പ്ലാറ്റ്ഫോം നമ്പർ 2-ലായിരുന്നു നമ്മുടെ ട്രെയിൻ വരുന്നത്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. 6:40 നമുക്ക് ഇവിടുന്ന് ട്രെയിൻ എടുക്കുന്നത്. നമ്മൾ 6 മണിക്ക് തന്നെ സ്റ്റേഷനിലെത്തി. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ്, അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ പോകേണ്ട ട്രെയിൻ. പുതിയ ട്രെയിനായിരുന്നു, നല്ല വൃത്തിയായിരുന്നു ട്രെയിൻ. AC കമ്പാർട്ട്മെൻറ്റൊക്കെ കാണാൻ നല്ല വൃത്തിയായിരുന്നു. കറക്റ്റ് 6:40 ആകുമ്പോൾ ട്രെയിൻ എടുക്കും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് രാവിലേക്ക് ഒരു 11 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് ചങ്ങനാശ്ശേരിയിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് ബസ്സിനാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊരു വേളാങ്കണ്ണി യാത്ര പോയി തിരിച്ച് വന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ട്രെയിനിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് പോകാം. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.